പ്രണയമണി തൂവൽ ഭാഗം 26. കവലയിൽ വണ്ടി നിർത്തി ഇരുവരും രണ്ടു വശത്തേക്ക് നോക്കി. ഇവിടെ നിന്ന് എങ്ങോട്ടാടാ? ദീപക് ചോദിച്ചു. അറിയില്ല, ഇതാ പിറകെ പറഞ്ഞ സ്ഥലം. ഇവിടെയായിരുന്നു അയാളുടെ വീടെന്നല്ലേ അവൾ പറഞ്ഞത്? ഇനി ആരോടെങ്കിലും അന്വേഷിച്ചാകാൻ യാത്ര, അഭി പറഞ്ഞു. അയാളുടെ ഫോട്ടോ നിൻ്റെ കയ്യിലില്ലേ? പണ്ട് ഓണത്തിന് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടി എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അയാളുടെ പഴയ ഫോട്ടോ എടുത്തത്. ഏതായാലും നീ വാ, ആ കാണുന്ന ചായക്കടയിലൊന്ന് കയറി നോക്കാം. അവിടെ മിക്കവാറും ഇവിടുത്തെ നാട്ടുകാരൊക്കെ കാണാം. അവരാരെങ്കിലും അയാളെ തിരിച്ചറിഞ്ഞാലോ? ദീപക് പറഞ്ഞു. അഭി വണ്ടി ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തി. ഇരുവരും ഇറങ്ങി. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇരുവരും എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ചേട്ടാ, 2 ചായ. കഴിക്കാൻ എന്താ ഉള്ളത്? ദീപക് അവിടെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. അപ്പം, പൊറോട്ട, ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്റോസ്റ്റ്, മസാല ദോശ, പൂരി. ഇതിലേതാ വേണ്ടത്? കടക്കാരൻ ചോദിച്ചു. അത് 2 സെറ്റ് പൂരിയും മസാലക്കറിയും പോരട്ടെ, അവൻ പറഞ്ഞു. കടക്കാരൻ അകത്തേക്ക് പോയി. അടുത്തിരുന്നവർ അവരെ സൂക്ഷിച്ചു നോക്കി. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ചോദിച്ചു. അല്ല, നിങ്ങൾ എവിടുന്നാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഒരാൾ ചോദിച്ചു. ഞങ്ങൾ കുറച്ച് വടക്കിന്നാ. ഇവിടെ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അന്വേഷിച്ചു വരാനോ? ആരെ? അത് കുറേ വർഷം മുമ്പത്തെ കഥയാ ചേട്ടാ. ഇവൻ്റെ അച്ഛൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിരുന്നു. ആ കാശ് കൊണ്ട് ബിസിനസ് നടത്തി അങ്ങേരെ രക്ഷപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതായി കിടപ്പില്ല. പണ്ട് വാങ്ങിയ പണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. മരിക്കും മുമ്പ് കടങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒരേ നിർബന്ധം, അതുകൊണ്ട് വന്നതാ ഞങ്ങൾ. ദീപക് കൂസലില്ലാതെ പറഞ്ഞു. ഓ ആണോ? ആരാ കക്ഷി? എന്താ അയാളുടെ പേര്? രാമകൃഷ്ണൻ എന്നാ. രാമകൃഷ്ണനോ? അതാരാ? അയാളുടെ അഡ്രസ്സൊന്നുമില്ലേ? അഡ്രസ്സൊന്നുമില്ല, അയാളുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. അതും പറഞ്ഞ് അഭി പോക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാവരും നെറ്റിച്ചുളിച്ച് സംശയത്തോടെ ആ ഫോട്ടോ നോക്കി. ഒരു പിടുത്തവും ഇല്ലല്ലോ, അവർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. ഇരുവരും നിരാശയോടെ അവിടെ ഇരുന്നു. അപ്പോൾ പൂരിയും കറിയും ചായയും മുന്നിൽ കൊണ്ടുവച്ച് കടക്കാരൻ അവരെ നോക്കി. ആ കണ്ടേട്ടാ, നിങ്ങൾക്ക് പഴയ ആൾക്കാരെയൊക്കെ പരിചയമുള്ളതല്ലേ? ഇതാരാന്ന് അറിയാമെന്ന് നോക്കിയേ. ഒരാൾ ഫോട്ടോ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളത് നോക്കി. ഇത് നമ്മുടെ രാമകൃഷ്ണനല്ലേ? അയാൾ പറഞ്ഞത് കേട്ട് ഇരുവരുടെയും മുഖം വിടർന്നു. ചേട്ടനറിയാമോ ഇയാളെ? പിന്നെ നമ്മുടെ വാര്യമ്പത്ത് വിലാസിനി അമ്മയുടെ മോനല്ലേ, പുരുഷവീടിൻ്റെ അനന്തരവൻ, കണ്ണേട്ടൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആളെ പിടികിട്ടി. ഓ, അവനാണോ ഇത്? അതെ, 10 കഴിഞ്ഞ് പുഷ്കരേട്ടൻ അവനെ പട്ടണത്തിൽ വിട്ട് പഠിപ്പിച്ചു. അവിടെ തന്നെ ജോലിയും ശരിയാക്കി കൊടുത്തു. അതുകൊണ്ട് ആർക്കും അവൻ അത്രയ്ക്ക് പരിചയം പോരാ, കണ്ണേട്ടൻ പറഞ്ഞു. അല്ല കണ്ണേട്ടാ, ഇയാളെ കിട്ടാത്തതുകൊണ്ടാണോ സുധർമ്മശേച്ചി ഇപ്പോഴും കല്യാണം കഴിഞ്ഞെത്തും പറഞ്ഞ് നടക്കുന്നത്? കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു. ഇവൻ തന്നെ. ആരാ ചേട്ടാ ഈ സുധർമ്മ? ദീപക് ചോദിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ രാമകൃഷ്ണൻ്റെ അമ്മാവൻ്റെ മകളാണ്. രാമകൃഷ്ണൻ്റെ അച്ഛൻ അവൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ. പിന്നെ ഈ പറഞ്ഞ സുധർമ്മയുടെ അച്ഛൻ പുഷ്കരേട്ടനായിരുന്നു അവരെ രണ്ടാളെ നോക്കിയതൊക്കെ. വിലാസിനിക്ക് സ്കൂളിലൊരു ജോലി വാങ്ങിക്കൊടുത്തതൊക്കെ പുഷ്കരേട്ടനായിരുന്നു. രാമകൃഷ്ണൻ നന്നായി പഠിക്കുമായിരുന്നു, അതുകൊണ്ട് അവന് പട്ടണത്തെ വീട്ടിൽ പഠിപ്പിച്ചു. നല്ലൊരു ജോലിയും കിട്ടി. സുധർമ്മയെ കൊണ്ട് രാമകൃഷ്ണനെ കല്യാണം കഴിപ്പിക്കണമെന്ന് വിലാസിനിക്കും പുഷ്കരനും വലിയ ആശയമായിരുന്നു. പക്ഷേ അവൻ കാലം മാറി വേറെ കെട്ടി. ആ ദേഷ്യത്തിന് ഇനി ഒരു കല്യാണമേ വേണ്ടത് സുധർമ്മ പറഞ്ഞു. ഓ, ഈ പറഞ്ഞ അമ്മാവനും അമ്മയൊക്കെ ഇവിടെയുണ്ടോ? അപ്പം ചോദിച്ചു. ഏയ് ഇല്ല, കുറേ കാലം കഴിഞ്ഞ് മോനൊരു കുഞ്ഞൊക്കെ ആയപ്പോൾ വിലാസിനിയുടെ ദേഷ്യമൊക്കെ മാറി. കാണിച്ച നന്ദികേടിന് ഒരു പരിഹാരമായിട്ടോ എന്തോ വിലാസിനി തൻ്റെ പേരിലുള്ള വീടും പറമ്പും സുധർമ്മയുടെ പേരിൽ എഴുതി വെച്ച് മകൻ്റെ ഒപ്പം ദൂരെ ഇവിടേക്ക് പോയി. പിന്നെ അവരെക്കുറിച്ച് പേരൊന്നുമില്ല. 5 വർഷം മുമ്പ് പുഷ്കരേട്ടൻ മരിച്ചു. സുധർമ്മ ഇപ്പോഴും ഉണ്ട്, ആരോഗ്യമില്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു. അഭിയും ദീപക്കും പരസ്പരം നോക്കി. അവരൊന്ന് കാണാൻ പറ്റുമോ? സുധർമ്മ ചേച്ചി ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലുണ്ടാകും. നിങ്ങൾ ചെന്നാൽ മതി. എവിടെയാവട്ടെ വീട്? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന 2ാമത്തെ വീടാണ്, വാര്യമ്പത്ത്. ഓ ശരി ചേട്ടാ, ഒത്തിരി നന്ദി, അവർ സന്തോഷത്തോടെ പറഞ്ഞു.
ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും തിരിച്ചു. പറഞ്ഞ അടയാളം വെച്ച് എത്തിയ ഗേറ്റിന് മുന്നിൽ അവർ വണ്ടി നിർത്തി. ചെറിയ ഗേറ്റിന് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന പേര് അവർ കണ്ടു. വാര്യാമ്പത്ത്. ഇത് തന്നെയാ വീടെന്ന് തോന്നുന്നു. വണ്ടി സൈഡിലൊതുക്കി ഇരുവരും ഇറങ്ങി. ചെറിയ ഗേറ്റ് തുറന്ന് ഇരുവരും മുറ്റത്തേക്ക് നടന്നു. നിറയെ പൂച്ചെടികളും പ്രാവിൻ കൂടുകളുമൊക്കെയുള്ള മനോഹരമായ മുറ്റം, ഓടുമേഞ്ഞ ഒരു വീട്, വിശാലമായ വരാന്ത. ഇരുവരും വരാന്തയിലേക്ക് കയറി ബെല്ലടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. സെറ്റും മുണ്ടും ധരിച്ച് നെറ്റിയിൽ വട്ടപ്പൊട്ടുന്നൊട്ട് സുന്ദരിയായ ഒരു സ്ത്രീ, പ്രായം ഏകദേശം 47 വരും. സുധർമ്മ, ഞാനാണ്. നിങ്ങളാരാ? എന്താ വേണ്ടത്? അവർ സംശയത്തോട് ചോദിച്ചു. എൻ്റെ പേര് അഭിമന്യു, ഒരു ഫാഷൻ ഡിസൈനറാണ്. ഇതെൻ്റെ സുഹൃത്ത് ദീപക്, ഒരു ഫിലിം ഡയറക്ടറാണ്. ഞങ്ങളിപ്പോൾ വന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. രാമകൃഷ്ണൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവി പറഞ്ഞു. അത് കണ്ടതും സുധർമ്മ ഒന്ന് ഞെട്ടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പാഞ്ഞു വന്ന് ആ ഫോട്ടോയിൽ വിരലൊടിച്ചു. പിന്നെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ട് രണ്ടാളും പകച്ചുകൊണ്ട് പരസ്പരം നോക്കി. സുധർമ്മ കണ്ണുകൾ തുടച്ച് അവരെ നോക്കി. രാമേട്ടനെക്കുറിച്ച് നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നത്? അതൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ പഴയ സുഹൃത്താണ്. അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അഭി പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി ചൊഴിഞ്ഞു. എന്താ നിൻ്റെ അച്ഛൻ്റെ പേര്? അത് പിന്നെ ഹരിശങ്കർ. ഹരിശങ്കറോ? അങ്ങനെ ഒരു സുഹൃത്ത് രാമേട്ടനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നോ? അഭി സംശയത്തോടെ ചോദിച്ചു. അറിയാമായിരുന്നു. രാമേട്ടൻ എന്നോട് ഒന്നും മറച്ചു വെക്കാറില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ എന്നോട് പറയാറുണ്ടായിരുന്നു. അത് കേട്ടതും ഇരുവരും ചിരിച്ചു. അതുകൊള്ളാം. അത്രയ്ക്ക് അടുപ്പമായിരുന്നോ നിങ്ങൾ തമ്മിൽ? പിന്നെന്തിനാ നിങ്ങളെ കിട്ടിയത് അയാൾ വേറെ പെണ്ണിനെ കിട്ടിയത്? പണത്തിന് വേണ്ടിയോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? അത് കേട്ടതും സുധർമ്മയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ രാമേട്ടൻ അങ്ങനെയുള്ള ആളല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനായാലും സ്നേഹവും കടപ്പാടും ഒക്കെ മറന്ന് മറ്റൊരുവളെ വിവാഹം കഴിച്ചത്? സുധർമ്മ ഒന്ന് നീങ്ങി. ഞാൻ പറഞ്ഞിട്ട് തന്നെ. ഇരുവരും അന്തം വിട്ട് പരസ്പരം നോക്കി. എന്തിന്? ഇതുവരെ ആരോടും പറയാത്ത ഒരു കാര്യം, രാമേട്ടന് മാത്രം അറിയാവുന്ന ഒരു കാര്യം. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടി പഠിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയി. അവൾ വലിയൊരു പണക്കാരൻ്റെ മകളായിരുന്നു. പാർട്ടിയിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പാർട്ടിക്കിടെ ഡ്രസ്സിൽ കറി വീണത് കാരണം കഴുകാനായി എൻ്റെ കൂട്ടുകാരി എന്നെ മുകളിലുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. എന്നെ ബാത്റൂമിലാക്കി അവൾ അവിടെ ഇരുന്നപ്പോഴാണ് അവളുടെ അമ്മ വന്ന് അവളെ താഴേക്ക് വിളിച്ചത്. എന്നോട് ഫ്രഷായിട്ട് താഴേക്ക് വരാൻ പറഞ്ഞിട്ട് അവൾ പോയി. ആ സമയത്താണ് അവളുടെ ചേട്ടൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ മദ്യപിച്ച് ആ മുറിയിലേക്ക് കടന്നു വന്നത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന എന്നെ കണ്ടതും അയാൾ കടന്നു പിടിച്ചു. ബഹളം വെച്ചപ്പോൾ തുണിയെടുത്ത് വായിൽ തിരികെ. അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ ഞാൻ അശക്തിയായിപ്പോയി. എല്ലാം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് വന്നു. ഒന്നും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ കുഴിച്ചു മൂടി. പക്ഷേ എനിക്ക് ഭയമായിരുന്നു എല്ലാറ്റിനോടും. എൻ്റെ മാറ്റം രാമേട്ടൻ തിരിച്ചറിഞ്ഞു. എന്നെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. ഒടുവിൽ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. കേട്ടതും രാമേട്ടൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഒരുവിധം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തൊക്കെയായാലും എന്നെ കൈവിടില്ലെന്ന് രാമേട്ടൻ പറഞ്ഞു. പക്ഷെ ഞാനതൊരു സമ്മതിച്ചില്ല. എന്നെ മറന്ന് മറ്റൊരുവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ രാമേട്ടനോട് ആവശ്യപ്പെട്ടു. പക്ഷേ രാമേട്ടൻ അതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സമ്മതിച്ചത്. എനിക്ക് സംഭവിച്ച ദുരന്തം അച്ഛനും അമ്മയും അറിയരുതെന്ന് രാമേട്ടനായിരുന്നു നിർബന്ധം പിടിച്ചത്. അതുകൊണ്ട് കുറ്റമല്ല അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. എല്ലാം കേട്ട് ഇരുവരും മൗനമായി നിന്നു. രാമകൃഷ്ണൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞത്? രാമേട്ടനല്ല, ആ കുട്ടി രാമേട്ടനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അടിച്ചു വാരാനും മറ്റും വന്നിരുന്ന പെൺകുട്ടിയായിരുന്നു സുഗന്ധി. ജനിച്ചതും വളർന്നതുമൊക്കെ അവിടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിലായിരുന്നു. ഒരിക്കൽ രാമേട്ടനെ കാണാൻ അവിടെ ചെന്നപ്പോൾ അസൂയയോടുള്ള അവളുടെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. രാമേട്ടനോട് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി. പിന്നെ എൻ്റെ വാശിക്ക് അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. അച്ഛൻ ഞങ്ങളുടെ വിവാഹകാര്യം പറഞ്ഞപ്പോൾ അവളെ സ്നേഹിക്കുന്നുവെന്ന് രാമേട്ടൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ ബഹളായി.
ഒടുക്കം രാമേട്ടൻ ഇറങ്ങിപ്പോയി. അനാഥാലയത്തിൽ ചെന്ന് അവളെ വിവാഹം കഴിച്ചു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. അവളെ നോക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മായിയോട് രാമേട്ടൻ്റെ കൂടെ ചെല്ലാൻ ഞാൻ പറഞ്ഞു. അമ്മായി തയ്യാറായില്ല. നന്ദികേട് കാണിച്ച മകനെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാതെ രാമേട്ടൻ പഴിയെടുക്കുന്ന കേട്ടപ്പോൾ സഹിച്ചില്ല. എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മായിയോടും പറഞ്ഞു. അതൊക്കെ കേട്ട് ഒത്തിരി കരഞ്ഞു രണ്ടാളും. രാമേട്ടനെ വിളിച്ചു വരുത്തി മാപ്പ് പറഞ്ഞു. അമ്മായി രാമേട്ടനോടൊപ്പം പോകാൻ തയ്യാറായി. അന്നാണ് അവസാനമായി രാമേട്ടനെ ഞാൻ കണ്ടത്. പിന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ പിരിയാൻ നേരം ഇനി ഒരിക്കലും എന്നെ ഓർക്കരുതെന്നും അന്വേഷിക്കരുതെന്നും ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാവാം. അതും പറഞ്ഞ് സുധർമ്മ കണ്ണുകൾ തുടച്ചു. അഭിയും ദീപക്കും വല്ലായ്മയോടെ മുഖം കുനിച്ചിരുന്നു. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഒന്നും വേണ്ട, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, മതി. അതും പറഞ്ഞ് അഭി പുറത്തേക്ക് നടന്നു. പിന്നാലെ ദീപക്കും. ഒരു നിമിഷം അഭി നിന്ന് തിരിഞ്ഞ് അവരെ നോക്കി. രാമകൃഷ്ണൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ അഡ്രസ്സോ മറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടാകുമോ? അവളൊന്ന് ആലോചിച്ചു. ഒരു നിമിഷം. അതും പറഞ്ഞ് സുധർമ്മ അകത്തേക്ക് ചെന്ന് ഒരു കടലാസ് എടുത്തുകൊണ്ട് വന്നു. ഇതാണ്, മുൻപ് ഈ അഡ്രസ്സിലാണ് കത്തുകൾ അയച്ചിരുന്നത്. ശരി. അതും വാങ്ങി അവർ അവിടെ നിന്നും തിരിച്ചു. അവർ ആ അഡ്രസ്സിൽ ചെന്ന് അന്വേഷിച്ചു. കുഞ്ഞ് ജനിച്ച് 1 വയസ്സായപ്പോൾ രാമകൃഷ്ണൻ അവിടെ നിന്നും രാജിവെച്ച് മംഗലാപുരത്തേക്ക് പോയി എന്ന് അറിയാൻ കഴിഞ്ഞു. അവർ യാത്ര തുടർന്നു. സിഗ്നലിൽ വണ്ടി നിർത്തി ദീപക് അഭിയെ നോക്കി. ഇനി മംഗലാപുരത്തേക്കാണോ യാത്ര? വേണ്ടി വന്നാൽ പോകണം. അതും പറഞ്ഞ് അവൻ വെറുതെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് ബൈക്കിലിരിക്കുന്ന ഒരാളെ അവൻ ശ്രദ്ധിച്ചത്. അവൻ്റെ കണ്ണുകൾ കുറുകി. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ അരികിലേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ. അവൻ തിരിഞ്ഞു നോക്കിയതും അഭിയെ കണ്ട് ഞെട്ടി. അഭിയുടെ മുഖം കോപം കൊണ്ട് ചുരുന്നു. എടാ! അഭി അവൻ്റെ കോളറിൽ പിടിച്ചതും അവൻ കൈ തട്ടി മാറ്റി അവനെ ഓരത്തേക്ക് തള്ളിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അഭി ചാടി എഴുന്നേറ്റു. ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി. എടാ വേഗം അവൻ്റെ പിന്നാലെ വിട്. എന്താണ് കാര്യം? ദീപക് മനസ്സിലാവാതെ ചോദിച്ചു. അതൊക്കെ പറയാം, നീ വിട്, എനിക്ക് അവനെ വേണം. അവൻ ചീറി. ദീപക് അവൻ്റെ പിന്നാലെ വണ്ടി വിട്ടു. അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭീതിയോടെ വണ്ടി ഓടിച്ചു. പെട്ടെന്ന് മുന്നിലൊരു കാറ് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതും അവൻ ബാലൻസ് കിട്ടാതെ ബൈക്ക് മറിഞ്ഞ് താഴേക്ക് വീണു. ഡോർ തുറന്ന് അഭി ചാടി ഇറങ്ങി വന്ന് അവൻ്റെ കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കവിളിൽ 2 പൊട്ടിച്ചു. അയ്യോ, എന്നൊന്നും ചെയ്യരുത്, അവൻ പറഞ്ഞു. നിന്നെ ഒന്നും ചെയ്യരുതെന്നോ? അന്ന് നീ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്താം എൻ്റെ കയ്യിൽ നിന്ന്. എന്നങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് അഭി രോഷത്തോടെ ആഞ്ഞടിച്ചു. ദീപക് കാര്യം അറിയാതെ പകച്ചു നിന്നുപോയി. അഭി, എന്തേ ഇത്? ആരേവൻ? എന്തിനാ നീ ഇവനെ അടിക്കുന്നേ? ദീപക് ചോദിച്ചു. ഇവനാണ് അന്ന് പ്രിയെ കൊല്ലാൻ വേണ്ടി ഔട്ടോസിൽ വന്ന 3 പേരിൽ ഒരാൾ. ആണോ? എനിക്ക് വിടരുതവനെ. സത്യം പറ, നീ എന്തിനാണ് ഔട്ടോസിൽ വന്ന് പ്രിയെ ഉപദ്രവിക്കാൻ നോക്കിയത്? മോഷണമായിരുന്നില്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറ, എന്തിനാ വന്നത്? അഭി അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി ചോദിച്ചു. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. എന്നെ കൊല്ലല്ലേ, ഞാൻ സത്യം പറയാ. അവൻ പറഞ്ഞതും അഭി പിടിവിട്ടു. അവനൊന്ന് കിതച്ചു. പറ, നിൽക്ക്, എന്തിനൊരു തെളിവ് വേണമല്ലോ. അതും പറഞ്ഞ് ദീപക് ക്യാമറ ഓൺ ചെയ്തു. പറ, എന്തിനാ നീ അന്ന് ഞങ്ങളുടെ ഔട്ടോസിൽ വന്നത്? അത് ആ പെങ്കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ഒരാൾ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തന്നതാണ്. അത് കേട്ടതും ഇരുവരും ഞെട്ടി. അഭി ദേഷ്യത്തോടെ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അയ്യോ, അവൻ നിലവിളിച്ചു. പറയണ്ട, ആര് പറഞ്ഞിട്ടാ? ആരാ നിനക്ക് കൊട്ടേഷൻ തന്നത്? അതെനിക്കറിയില്ല. ഫോണിലൂടെ ആയിരുന്നു എല്ലാ ഇടപാടും. 5 ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾക്ക് തന്ന ഓഫർ. അതിൽ 3 ലക്ഷം അഡ്വാൻസ് ആയിട്ട് തന്നു. പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അയാൾ വിളിച്ചതുമില്ല, അവൻ പറഞ്ഞു. ആ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. എങ്കിൽ അതിങ്ങതാ. അവൻ വേഗം ഫോണെടുത്ത് ആ നമ്പർ തപ്പിയെടുത്ത് അവന് നൽകി. അവനത് തൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചു. ഞാനെന്താ പൊയ്ക്കട്ടെ? തൽക്കാലം നീ പൊയ്ക്കോ. അഭി പറഞ്ഞതും അവൻ ബൈക്കും എടുത്ത് പാഞ്ഞു. അഭി ആ നമ്പർ സൂക്ഷിച്ചു നോക്കി. അഭി, നിനക്കറിയാമോ ഈ നമ്പർ ആരുടേതാണെന്ന്? പക്ഷേ ആരുടേതായാലും വെറുതെ വിടില്ല ഞാൻ, അവൻ രോഷത്തോട് പറഞ്ഞു. ഇരുവരും മംഗലാപുരത്ത് രാമകൃഷ്ണൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി. അവിടെ അന്വേഷിച്ച് അയാളുടെ ഒറ്റ സുഹൃത്തിനെ കണ്ടെത്തി.
രാമകൃഷ്ണൻ നല്ല ആളായിരുന്നു. ആരോടും ഒരു വഴക്കിനും പോകില്ല. അമ്മയും ഭാര്യയും എന്നാൽ അയാൾക്ക് ജീവനായിരുന്നു. മകൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയാവുന്നത്. 7-ാം മാസം ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോയതായിരുന്നു ഭാര്യയും അമ്മയും. രാമകൃഷ്ണന് വരാൻ നേരമില്ലാത്തതുകൊണ്ട് ടാക്സി പിടിച്ച് ആശുപത്രിയിലേക്ക് പോയിക്കോ, സമയമാകുമ്പോൾ ഞാൻ വന്നോളെന്ന് അവൻ അവരോട് പറഞ്ഞു. ഒരു ടാക്സി പിടിച്ച് അവർ പോയതായിരുന്നു. വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് അവർ കൊല്ലപ്പെട്ടെന്ന് പിന്നെ അറിഞ്ഞത്. കേസിന് പിന്നാലെ പോകാൻ ഒരുങ്ങിയതായിരുന്നു അവൻ. പക്ഷേ അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേസിന് പിന്നാലെ പോകരുതെന്ന ഭീഷണി. അതിനൊന്നും വഴങ്ങാൻ അവൻ തയ്യാറായിരുന്നില്ല. പക്ഷേ മകളുടെ ജീവൻ അത് ഭീഷണിയാണെന്നായപ്പോൾ അവൻ എല്ലാം വിട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോയി. പോകും മുമ്പ് അവനൊരു കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ ജീവിത തകർത്ത ഒരു ശത്രുവുണ്ട്. അവൻ്റെ നാശമാണ് ഇനി എൻ്റെ ലക്ഷ്യമെന്ന്. അയാൾ പറഞ്ഞത് കേട്ട് അഭിയാകെ വല്ലാതായി. തിരിച്ചുള്ള യാത്രയിൽ അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തു പറ്റി അഭി? എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. മനസ്സിൽ എന്തോ ഒരു ആശങ്ക പോലെ. നമ്മൾ വിചാരിച്ചവർ തന്നെയാണോ നമ്മുടെ ശത്രുക്കൾ? അതോ നമുക്കറിയാത്ത ശത്രുക്കൾ നമുക്ക് പുറകിലുണ്ടോ? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അതിനുത്തരം കണ്ടെത്തിയിരിക്കുന്നു. സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അഭി പറഞ്ഞു. തുടരും.